തീരദേശ ജനങ്ങളെ സുനാമിയെ നേരിടാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. 17-ാം വാർഡിലെ പത്തുമുറി ബീച്ചിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. ദുരന്ത നിവാരണ വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, ഫിഷറീസ്, കോസ്റ്റ് ഗാർഡ്, പഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് താലൂക്ക് തല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ, ആശാ വർക്കർമാർ, പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. രാവിലെ 9 മണിയോടെ വിവിധ വകുപ്പുകളുടെ ജീവനക്കാരും വാഹനങ്ങളും ഫിഷറീസ് റോഡിന് സമീപം അണിനിരന്നു. ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിൽ റിക്ടർ സ്കെയിലിൽ 9.3 തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി എന്ന ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാവിലെ 9:45 വന്നതോടെ തീരദേശ ജില്ലകളിൽ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നു. ഇതോടെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അനൗൺസ്മെന്റുകൾ വന്നു തുടങ്ങി. 10:45 സുനാമി തിരകൾ പൊന്നാനിയിലെത്തുമെന്ന സന്ദേശം വന്നു. സമയോചിതമായി ഇടപെട്ട പോലീസ്, ഫയർഫോഴ്സ്, തീരദേശ സേന, സിവിൽ ഡിഫൻസ് ഓഫീസർമാർ എന്നിവർ തീരദേശത്തുള്ള 75 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പ് രക്ഷാപ്രവർത്തനത്തിനായി മാർഗതടസ്സങ്ങൾ ഒഴിവാക്കി. പോലീസ് ഹാച്ചറി റോഡ് പരിസരത്തെ കടകൾ അടപ്പിച്ചു. വീടുകളിൽ കുടുങ്ങിക്കിടന്ന കിടപ്പുരോഗികൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ എന്നിവരെ ദുരിതാശ്വാസ ക്യാമ്പായി സജ്ജീകരിച്ച അൽത്തമാം ഓഡിറ്റോറിയത്തിലെത്തിച്ചു. വൈദ്യസഹായം ആവശ്യമുള്ള 30 പേർക്ക് ചികിത്സ നൽകി. കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും ഫയർഫോഴ്സ് ബേസ് ക്യാമ്പായ വെളിയങ്കോട് ഇസ്ലാമിക് സെന്ററിലെത്തിച്ചു. 15-ാം വാർഡിൽ ഉൾപ്പെട്ട ചിന്നൻ കോളനിയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സന്ദേശത്തെ തുടർന്ന് സിവിൽ ഡിഫൻസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി. 11:15 ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചതോടെ മോക്ക് ഡ്രിൽ അവസാനിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചു. മോക്ക് ഡ്രില്ലിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ദുരന്ത നിവാരണ വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ SS സരിൻ, പൊന്നാനി തഹസിൽദാർ പ്രമോദ് പി ലാസർ, ഡെപ്യൂട്ടി തഹസിൽദാർ AK പ്രവീൺ, താനൂർ, തിരൂർ, പൊന്നാനി ഫയർ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യം, കോസ്റ്റ് ഗാർഡ്, സിവിൽ ഡിഫൻസ്, ഫിഷറീസ് തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ, വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത്, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 9 ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശക്തമായ തീരശോഷണം നേരിടുന്നതിനാലാണ് വെളിയങ്കോട് തീരമേഖലയെ ജില്ലയിൽ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തീരദേശത്തെ സുനാമിയെ പ്രതിരോധിക്കാൻ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ 12 സൂചകങ്ങൾ കടന്നാൽ വെളിയങ്കോട് തീരദേശത്തെ സുനാമി റെഡി സാക്ഷ്യപത്രത്തിനായി പരിഗണിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയിരുന്നു.